താങ്കളുടെ പ്രസ്താവനയിൽ രണ്ട് അബദ്ധങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ്. ക്ഷമിക്കണം. കാരണം 90% എന്നുള്ളതൊക്കെ ഒരു ഓഡ് കണക്കാണ്. അത്തരത്തിലില്ല. 65% അല്ലെങ്കിൽ 76% മാത്രമാണ് ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നത്. ബാക്കി 24% ഇന്ത്യയിൽ തന്നെ നാം കുഴിച്ചെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഖനനം ചെയ്യുന്നുണ്ട്. അതൊരു കണക്ക്. മറ്റൊന്ന്, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കുന്നത് നമ്മൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളായിട്ടല്ലല്ലോ ഇറക്കുമതി ചെയ്യുന്നത് ക്രൂഡ് ഓയിലായിട്ടാണ്. ക്രൂഡ് ഓയിലിൻ്റേത് ഒരു അന്താരാഷ്ട്ര വിലയാണ്. ആ വില നിർണ്ണയത്തിലെ അപാകതകൾ മുൻപ് പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചർച്ച ചെയ്യുന്നത് അതല്ല. ഈ വില നിർണ്ണയാധികാരം എണ്ണക്കമ്പനികൾക്ക് നൽകാനുള്ള തീരുമാനം ഇപ്പോഴത്തെ NDA സർക്കാർ എടുത്താൽ അത്തരത്തിലൊരു നയത്തിലേക്ക് എത്തിച്ചേരാനുണ്ടായ സാഹചര്യം സൃഷ്ടിച്ചു വെച്ചത് UPA സർക്കാരാണ് എന്ന ആക്ഷേപം BJPയും NDA സർക്കാരും ഉന്നയിക്കും. ആണെങ്കിൽ മാറ്റാനുള്ള അവകാശമുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ കണക്ക് നിങ്ങളുടെ കണക്കാണ്, എന്റെ കണക്കല്ല. ഞാൻ പറഞ്ഞത് എനിക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കണക്കാണ്. ആ കണക്കൊക്കെ പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ ഈ പോളിസിയെ സംബന്ധിച്ചിടത്തോളം UPA ഗവൺമെന്റ് തുടർന്ന പോളിസി തന്നെയാണ് BJP ഗവൺമെന്റ് തുടർന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്ത ഗവൺമെന്റ്, അതിനുള്ള ഗവൺമെന്റ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. റൈറ്റ്. KV തോമസ്, താങ്കളിലേക്ക് മടങ്ങിയെത്താം. B ഗോപാലകൃഷ്ണൻ, ഇവിടെ സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എണ്ണ വില, ഡീസലിൻ്റേതാവട്ടെ പെട്രോളിൻ്റേതാവട്ടെ, ഈ വില നിർണ്ണയാധികാരം കമ്പനികൾക്ക് കൈമാറാനുള്ള തീരുമാനം UPA സർക്കാർ എടുത്തത്. ഇവിടെ താങ്കൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നു, ഇന്ന് പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും ചൂണ്ടിക്കാട്ടുന്നത് ഡീസൽ പെട്രോളിയം വിലകൾ രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതിനെ സർക്കാർ ഗൗരവത്തോടെ കാണുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അല്ലാതെ എണ്ണ വില നിർണ്ണയാധികാരം എണ്ണ കമ്പനികൾക്ക് കൈമാറുന്നതിനെക്കുറിച്ച് ഒരക്ഷരം മന്ത്രി മിണ്ടുന്നില്ല. BJPയുടെ മാനിഫെസ്റ്റോയിൽ അത് സംബന്ധിച്ച പരാമർശമില്ല. സർക്കാരിനും അക്കാര്യത്തിൽ നിലപാടില്ല. ഇപ്പോഴാണ് ഈ ചർച്ച ഉയരുന്നത്. എന്തുകൊണ്ടാണ് UPAയിൽ നിന്നും വ്യത്യസ്തമായൊരു നിലപാട് സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ, എണ്ണ വില നിർണ്ണയത്തിൻ്റെ കാര്യത്തിൽ NDA സർക്കാരിന് സ്വീകരിക്കാൻ കഴിയാത്തത്? NDA സർക്കാരിൻ്റെ കാര്യത്തിൽ, BJP സർക്കാരിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ധാരണ ഞങ്ങൾക്കുണ്ട്. എല്ലാ കാര്യങ്ങളും മാനിഫെസ്റ്റോയിൽ പറയണം എന്ന് പറയുന്നത് ശരിയല്ല. ഏതൊക്കെ കമ്മിറ്റി ഉണ്ടാവണം, ഏതൊക്കെ കമ്മിറ്റിയാണ് ഇത് തീരുമാനിക്കേണ്ടത്, ഇത് മാനിഫെസ്റ്റോയിൽ പറയാൻ സാധ്യമല്ലല്ലോ. മാനിഫെസ്റ്റോയിൽ പറയാൻ കഴിയുന്നത് എന്താ? ഡീസലിൻ്റെയും അതുപോലെ പെട്രോളിൻ്റെയും വില വർധനവ്, ഭക്ഷ്യ സാധനങ്ങളുടെ നിദാന സാധനങ്ങളുടെ വിലവർധനവ് ഉണ്ടാവരുത്. ഈ വിലവർധനവ് ഉണ്ടാവരുത് എന്നാണ് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ അക്ഷരം പ്രതിപാലിക്കുവാൻ തയ്യാറാണ്. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട തോമസ് സാറ്, ഐസക് സാർ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ സർക്കാർ ചെയ്തതൊക്കെ മോശമാണ്, അതുകൊണ്ട് ഈ സർക്കാർ ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്ന് പറയുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ, ധനകാര്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം ബജറ്റ് പാസ്സാക്കുന്ന സമയത്ത് അസംബ്ലിയിൽ പറഞ്ഞത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ലല്ലോ. കോൺഗ്രസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ കുഴപ്പങ്ങളുമാണ് ഞങ്ങളുടെ സർക്കാർ നേരിടുന്നത് എന്ന് പലവട്ടം അസംബ്ലിയിൽ ബില്ല് ചർച്ച ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതാണല്ലോ. എൻ്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട് അതിൻ്റെ രേഖകൾ. ഇതൊക്കെ ഒരു സർക്കാർ വരുന്ന സമയത്ത് ആ സർക്കാർ 25 ദിവസമേ ആയിട്ടുള്ളൂ. മോഡി സർക്കാർ വന്നിട്ട് 25 ദിവസമേ ആയിട്ടുള്ളൂ. എന്താണ് ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. 7.25 ആയിരുന്നു ഈ UPA സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത്. പക്ഷേ ഇന്നത്തെ ഇൻഡസ്ട്രിയൽ ഡെഫിസിറ്റിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? 0.4 ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ, ഉൽപാദന മേഖലയിൽ, അല്ല റവന്യൂ ബജറ്റ്, റവന്യൂവുമായി ബന്ധപ്പെട്ടുള്ള ഡെഫിസിറ്റ് എത്ര $1 മില്യൺ? ഏതാണ്ട് 31,053 മില്യൺ ഡോളറാണ് നമ്മളുടെ ഡെഫിസിറ്റായിട്ട് കിടക്കുന്നത്. സ്വാഭാവികമായിട്ടും കട്ടുമുടിച്ച് നശിപ്പിച്ച് നാറാണക്കല്ല് പിടിപ്പിച്ച ഒരു അവസ്ഥയായിരുന്നു UPA സർക്കാർ കൊണ്ടുവന്നത്. എന്തായാലും ആ പോളിസി ഞങ്ങൾ പിന്തുടരുമെന്ന് വ്യാമോഹിക്കേണ്ട. ആ പോളിസി പിന്തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇനി നിങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ അത് പിന്തുടരില്ല. അതിനുവേണ്ടി ഐസക് സാറും തോമസ് സാറും ഒന്നും ഏറെ ചർച്ച ചെയ്യേണ്ട പ്രശ്നമില്ല. BJP സർക്കാരിന് വളരെ കൃത്യമായിട്ടുള്ള സാമ്പത്തിക കാഴ്ചപ്പാടുണ്ട്. അത് ജനസംഘം മുതലുള്ള കാഴ്ചപ്പാടാണ്. അത് CPM പറയുന്നത് പോലെ പരിപൂർണമായിട്ടും പൊതുമേഖല എന്ന് പറഞ്ഞുകൊണ്ട് സ്വകാര്യ മേഖലയെ കൊണ്ടുവരലല്ല. അതേസമയത്ത് പരിപൂർണമായിട്ടും പൊതുമേഖലയെ ഇല്ലാതാക്കിക്കൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് എല്ലാ സപ്പോർട്ടും ചെയ്യുന്നതല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം BJP വളരെ കൃത്യമായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രം BJPക്ക് ജനസംഘം കാലം മുതൽ തന്നെ ഉണ്ട്. ആ ജനസംഘം കാലം മുതലുള്ള BJPയുടെ സാമ്പത്തിക ശാസ്ത്രത്തിൽ സ്വദേശിയുണ്ട്, സ്വകാര്യവൽക്കരണമുണ്ട്, അതിൽ FDIയും ഉണ്ട്. പക്ഷേ ഇതിന്റെ കോമ്പാക്റ്റിനെ കുറിച്ചാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. അല്ലാതെ എല്ലാം ദേശീയവൽക്കരിക്കണമെന്ന് പറയുകയും ബംഗാൾ പോലെയുള്ള സ്ഥലങ്ങളിൽ സ്വകാര്യവൽക്കരണം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത് ഇരട്ടത്താപ്പ് സമീപനമല്ല BJPയുടെ സമീപനം. BJPയുടെ തുറന്ന സമീപനമാണ്. അങ്ങനെയാണെങ്കിൽ ആ തുറന്ന സമീപനം കൊണ്ട് വളരെ ഗുരുതരമായൊരു പ്രശ്നത്തിൽ ഡീസൽ വില നിർണ്ണയാധികാരം ഞങ്ങൾ എണ്ണ കമ്പനികൾക്ക് കൈമാറില്ല എന്ന് അസന്ദിഗ്ധമായി പറയാൻ എന്തുകൊണ്ട് BJPക്ക് ആവുന്നില്ല?
ഞാൻ വീണ്ടും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നല്ലോ, വില വർധനവ് എണ്ണ കമ്പനിയുടെ ചുമതലയല്ല. അവർക്ക് പ്രപ്പോസൽ വെക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഏതെങ്കിലും ഒരു എണ്ണ കമ്പനിക്ക് വില വർധന ഉണ്ടാക്കാൻ കഴിയുമോ? ക്യാബിന് പൊതുമേഖലാ സ്ഥാപനങ്ങളായി നിലനിൽക്കുന്നിടത്തോളം കാലം ക്യാബിനറ്റിന് മാത്രമേ വില വർദ്ധിപ്പിക്കാൻ കഴിയുള്ളൂ. ആര് പറഞ്ഞു സ്വകാര്യ കമ്പനിക്ക് വില വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന്? ഏത് സ്വകാര്യ കമ്പനിയാണ് ക്യാബിനറ്റ് അറിയാതെ ഇവിടെ വില വർദ്ധിച്ചിട്ടുള്ളത്? ഒരുപക്ഷെ റിലയൻസ് ആയിരിക്കാം. റിലയൻസ് അല്ലല്ലോ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ഇന്ധനം വിതരണം ചെയ്യുന്നതും കൊണ്ടുവരുന്നതും എല്ലാം ചെയ്യുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളല്ലേ? റിലയൻസ് അതിന്റെ ഇഷ്ടമുള്ള മാതിരി വിറ്റോട്ടെ. റിലയൻസിന്റെ കാര്യമല്ലല്ലോ നമ്മൾ ചർച്ച ഗോപാലകൃഷ്ണൻ, ഞാൻ ഒന്നുകൂടി ഇടപെടുകയാണ്. അതായത് ഇപ്പോഴത്തെ സാഹചര്യമല്ല, ഭാവിയിൽ ഇനിയുള്ള പ്രൊപ്പോസലാണ് പറയുന്നത്. വിലനിർണ്ണയാധികാരം നിലവിൽ പെട്രോളിന്റെ കാര്യത്തിൽ എണ്ണ കമ്പനികൾക്കുണ്ട്. അത്തരത്തിൽ എണ്ണ കമ്പനികൾക്ക് വില നിർണ്ണയിക്കാനുള്ള അധികാരം ഡീസലിന്റെ കാര്യത്തിൽ ഞങ്ങൾ കൈമാറില്ല എന്ന് അസന്ദിഗ്ധമായി എന്തുകൊണ്ടാണ് BJP പറയാത്തത്? BJP വളരെ കൃത്യമായി പറഞ്ഞല്ലോ, അത് വില വർധനമുണ്ടാവില്ല. വില വർധനമുണ്ടാക്കുന്നതിന്റെ ചുമതല ക്യാബിനറ്റിനാണ്. പിന്നെ ഇത് കൈമാറണോ എന്നുള്ള ചോദ്യം ഉദിക്കുന്നില്ല. തോമസ് ഐസക്, രാജ്യത്ത് താങ്കളിലേക്ക് മടങ്ങി വരാം. ബി ഗോപാലകൃഷ്ണൻ, തോമസ് ഐസക്, രാജ്യത്ത് സാമ്പത്തിക വളർച്ച പിന്നോട്ട് പോയിരിക്കുകയാണ്. സാമ്പത്തിക വളർച്ച കൂട്ടുക എന്നുള്ളത് UPA സർക്കാരിൻ്റെ ഒരു വലിയ ലക്ഷ്യമായിരുന്നു. 2 അക്കമെങ്കിലും സാമ്പത്തിക വളർച്ച കടത്തണം എന്ന ലക്ഷ്യത്തോടെയാണ് 2 UPA സർക്കാരുകളും പ്രവർത്തിച്ചത്. പക്ഷേ സാമ്പത്തിക വളർച്ച കീഴ്പോട്ട് പോയി, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഉൾപ്പെടെ കീഴ്പോട്ട് പോയി. ഇത്തരത്തിൽ കീഴ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സൂചികകളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏക വഴിയായി ഇത് സ്വീകരിച്ചുകൂടെ? കാരണം സബ്സിഡി എന്ന ഭാരത്തിൽ നിന്ന് സർക്കാർ ഒഴിവാകുന്ന സാഹചര്യത്തിൽ എണ്ണവില കൂടി ഡീസൽ വില നിർണ്ണയം കൂടി കമ്പനികളെ ഏൽപ്പിച്ചുകൊണ്ട് രാജ്യത്തെ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക എന്നൊരു നിലപാട് സ്വീകരിക്കുന്നതിൽ എന്താണ് അപാകത? അതാണ് സ്വീകരിക്കാൻ പോകുന്ന സമീപനം. അപ്പം അതിൽ ഇപ്പോൾ വിദേശത്ത് നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുമ്പോൾ കൊടുക്കേണ്ട വിലയുമായിട്ടുള്ള പാരിറ്റി വേണം ഇവിടുത്തെ വിലക്ക്. അതിൽ കുറവാണെങ്കിൽ അതാണ് അണ്ടർ റിക്കവറി എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രൊഫസർ കെവി തോമസിനോട് പറഞ്ഞതുപോലെ, നിങ്ങൾ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ നിന്ന് എണ്ണ ഖനനം ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷെ അതുമാത്രമല്ല, വിദേശത്ത് നിന്ന് റിഫൈൻഡ് പെട്രോളിയം ഇല്ല, വിദേശത്ത് ക്രൂഡ് ഓയിലാണ്. ഇന്ത്യയിലെ മുഴുവൻ പെട്രോളിയവും ഇന്ത്യയിൽ തന്നെ റിഫൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തിനാണ് ഇമ്പോർട്ട് പാരിറ്റി പ്രൈസ് പറയുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ, ഇവിടെ സ്വകാര്യ കമ്പനി റിലയൻസ്, SR നമ്മുടെ ആഭ്യന്തര കമ്പോളത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. ആഭ്യന്തര കമ്പോളത്തിൽ കടക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ തടസ്സം എന്താണെന്ന് ചോദിച്ചാൽ, പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് ക്രോസ് സബ്സിഡി കിട്ടുന്നു, ഇവർക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് വേണമെങ്കിൽ കമ്പോള വില കമ്പനികൾ തീരുമാനിക്കുന്ന സ്ഥിതിയിലേക്ക് വരണം. ഇനിയിപ്പോൾ ഗോപാലകൃഷ്ണൻ പോലെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ എനർജി ഏജൻസിക്ക് ഇത് ഡിസ്ക്രിമിനേഷനാണ്, അതുകൊണ്ട് ഇടപെടൽ വേണം എന്ന് പറഞ്ഞു കൊടുത്ത് അപേക്ഷ കൊടുക്കുകയും ഏജൻസി ഇന്ത്യക്ക് എഴുതുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിപ്പോൾ പറയുന്നത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യ സർക്കാർ നിശ്ചയമായിട്ടും ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണ്? കമ്മി കുറക്കണം. കമ്മി കുറയ്ക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ സാമ്പത്തിക വളർച്ച ഉള്ളത് കൊണ്ടല്ല, മറിച്ച് വിദേശ മൂലധനത്തിന് അവരെ സംബന്ധിച്ചിടത്തോളം ചതുർത്ഥിയാണ് കമ്മി കൂടാന്ന് പറയുന്നത്. അതുകൊണ്ട് കമ്മി കുറയ്ക്കാൻ ബാധ്യതയുണ്ട്. കമ്മി കുറയ്ക്കാനുള്ള മാർഗങ്ങളിലൊന്ന് ഇത്തരത്തിൽ എണ്ണവിലയ്ക്കും മറ്റുമുള്ള സബ്സിഡികളൊക്കെ ക്രമാനുഗതമായിട്ട് വെട്ടിക്കുറയ്ക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ BJP സർക്കാർ UPA സർക്കാർ ചെയ്ത പോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കും. ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ക്യാബിനറ്റ് അറിയാതെ കമ്പനികൾക്ക് കൂട്ടാൻ പറ്റുമെന്ന്. ഇപ്പോൾ പെട്രോളിയത്തിൻ്റെ വില അങ്ങനെയാണ് നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ ഡീസലിൻ്റെ വിലയും അങ്ങനെ തന്നെ ആക്കാൻ പോവുകയാണ്. അങ്ങനെ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സിഡി കുറയ്ക്കൽ മാത്രമല്ല, സ്വകാര്യ മേഖലയ്ക്ക് ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് കൊടുക്കലാണ്. അതുകൊണ്ട് എനിക്ക് യാതൊരു സംശയവുമില്ല BJP സർക്കാർ ഇത് തന്നെ ചെയ്യാൻ പോകുന്നു. പക്ഷേ കെവി തോമസ് മാഷിൻ്റെ വർത്തമാനം കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. ഇപ്പം അധികാരത്തിലല്ല മാഷേ, നിങ്ങൾ തോക്കാൻ കാരണം ഇങ്ങനെ പെട്രോളിയം വില വർദ്ധിപ്പിച്ചതാണെന്ന് KPCC പ്രസിഡന്റ് പരസ്യപ്രസ്ഥാനം നടത്തിയതല്ലേ? നിങ്ങളുടെ കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞതല്ലേ ഈ നയങ്ങളാണ് നിങ്ങളെ ഈ മൂലക്കൊണ്ട് ഇരുത്തിയിട്ടുള്ളതെന്ന്? എന്നിട്ട് അധികാരത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടും ഇത് തന്നെ ഇങ്ങനെ പറയാൻ തുടങ്ങിയാലോ? കഷ്ടം തന്നെ. ഡോക്ടർ തോമസ് മടങ്ങിയെത്താം. KV തോമസ്, UPAയുടെ പരാജയത്തിന് കാരണമായി സ്വതന്ത്ര സമൂഹം വിലയിരുത്തിയ ഒരു കാര്യം രാജ്യത്ത് ഉയർന്നു വന്ന വിലക്കയറ്റത്തിൻ്റെ പെരുപ്പമാണ്. വിലക്കയറ്റ നിരക്ക് കൂടിക്കൊണ്ടുവരികയാണ്.
അതിന് കാരണമായത് UPA സർക്കാരിൻ്റെ നയനിലപാടുകളാണ് എന്ന് കോൺഗ്രസിനകത്തു നിന്ന് തന്നെ വിമർശനം ഉയരുമ്പോൾ NDA സർക്കാർ ആ പാതയിൽ പോകുമ്പോൾ അതിനെതിരെ ശക്തമായി രംഗത്ത് വരാനുള്ള ധാർമ്മിക ശക്തി പോലും UPAക്ക് നഷ്ടപ്പെടുന്നു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ കടന്നു വന്നിട്ട് ഏതാനും ദിവസമേ ആയിട്ടുള്ളൂ. ആ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ അവലോകനം ചെയ്യേണ്ട സമയമായിട്ടില്ല. പക്ഷേ നമുക്ക് ചില ഇൻഡിക്കേഷൻസ് ഉണ്ട്. ഉദാഹരണമായിട്ട് പ്രസിഡന്റിന്റെ നയപ്രഖ്യാപനം. പ്രസിഡന്റ് നയപ്രഖ്യാപനം ഇതിന്റെ 90% UPA ഗവൺമെന്റ് പിന്തുടരുന്ന അതേ പാതകൾ തന്നെയാണ്, അതിന് വ്യത്യസ്തമൊന്നുമില്ല. അതിന് നന്ദി പ്രകടനം നടത്തിയ സന്ദർഭത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം അത് തന്നെയായിരുന്നു. ഒരു ഗവൺമെന്റ് അധികാരത്തിൽ, ജനാധിപത്യമല്ലേ, ജനാധിപത്യത്തിലൊരു ഗവൺമെന്റ് ജനങ്ങൾ അംഗീകരിച്ചത് ഗവൺമെന്റ് അധികാരത്തിൽ കടന്നു വന്നിരിക്കുന്നു. ആ ഗവൺമെന്റ് എന്താ ചെയ്യാൻ പോകുന്നത് നമ്മൾ നോക്കി നിൽക്കണം. UPAക്ക് ചില അപാകതകൾ വന്നു, തെറ്റുകൾ വന്നു, UPA ഗവൺമെന്റ് പുറത്തുപോയി, UPA തിരിച്ചു വന്നിട്ടില്ലല്ലോ. പക്ഷേ ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും നമുക്ക് നിലനിർത്താൻ കഴിയണം. സാമ്പത്തികമായി മെച്ചപ്പെടണം. സാമ്പത്തികമായി മെച്ചപ്പെടുന്നതിന് വേണ്ടി UPA ഒരു വളരെയധികം നടപടികൾ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ആ നടപടികൾ ചിലപ്പോൾ കോൺഗ്രസിന് വീണ്ടും അധികാരത്തിൽ കടന്നു വരുന്നതിൽ തടസ്സമുണ്ടാക്കിയിരിക്കാം. പക്ഷേ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള ചില നടപടികൾ എടുത്ത് കാലമല്ലേ, ഇനി വരാൻ പോകുന്ന കാലങ്ങളിലല്ലേ നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിയാൻ കഴിയത്തുള്ളൂ. തോമസ് ഐസക്, അങ്ങനെയാണെങ്കിൽ ഡീസൽ വില വർധന സാമ്പത്തിക വളർച്ചാ നിരക്കിനെ വർദ്ധിപ്പിക്കാനുള്ള ഒരു ഘടകമാണെങ്കിൽ 2002 ഡീസൽ വില 17 രൂപ 99 പൈസയായിരുന്നെങ്കിൽ ഇന്ന് ജൂൺ 1-ാം തീയതി കണക്കനുസരിച്ച് 57 രൂപ 28 പൈസയാണ്. ആ വർധനവിലെ ശതമാനം ഒന്ന് പരിശോധിക്കുക. എന്നിട്ട് ഈ കഴിഞ്ഞ 10 വർഷം UPA ഭരിച്ചിട്ട് ഏത് തരത്തിലുള്ള ഇഫക്റ്റാണ് അതിനുണ്ടാക്കാൻ കഴിഞ്ഞത്? 10 വർഷം കൊണ്ട് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച വർദ്ധിച്ചോ, അതോ വിലപ്പെരുപ്പം വിലക്കയറ്റം കുറയ്ക്കാൻ സാധിച്ചോ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ നയങ്ങൾ നല്ലതാണ് എന്ന് പറഞ്ഞ് പൊതുസമൂഹം അംഗീകരിച്ചേനെ. ഇപ്പോൾ NDA സർക്കാർ അത് നടപ്പിലാക്കാൻ തുടങ്ങുമ്പോൾ എതിർപ്പ് ഉയരുകയുമില്ലായിരുന്നു. വളരെ ശരിയായിട്ടുള്ള ചോദ്യമാണ്. ഇന്നിപ്പോൾ എണ്ണ വില വർദ്ധിപ്പിക്കുന്നിരിക്കട്ടെ, രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഒന്ന് സാമ്പത്തിക മാന്ദ്യം, രണ്ടാമത്തെ എന്താണ്, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട എന്താണ്? വിലക്കയറ്റമാണ്. ഇത് രണ്ടും പ്രശ്നമല്ലേ? സാമ്പത്തിക വളർച്ച മാത്രമല്ലല്ലോ. വിലകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന കാലയളവിൽ ഡീസൽ വില കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിലക്കയറ്റം 2 അക്കത്തിലേക്ക് കയറില്ലേ? വിലക്കയറ്റം രൂക്ഷമാകുന്നത് സാമ്പത്തിക വളർച്ചയെ സഹായിക്കുമോ? അപ്പം അതുകൊണ്ട് ഇത് ഒരു കൈ ചെയ്യുന്ന മറ്റേ കൈ എറിയുന്നില്ല. വിലക്കയറ്റം കുറയ്ക്കും എന്ന് പ്രഖ്യാപിക്കുക, എന്നിട്ട് സാർവത്രികമായിട്ട് എല്ലാ ഉൽപ്പാദനത്തിലും ഉൾച്ചേരുന്ന എണ്ണ വില വർദ്ധിപ്പിക്കാൻ സർക്കാർ തന്നെ മുൻകൈ എടുക്കുക. വിലക്കയറ്റം രൂക്ഷമാകുന്നു. ഏറ്റവും ചുരുങ്ങിയത് എന്നാൽ വില താഴട്ടെ, പൊതുവിലക്കയറ്റത്ത് നിയന്ത്രണത്തിൽ വരട്ടെ, അതിനുശേഷം ഞങ്ങളിത് പരിശോധിക്കുകയുള്ളൂ എന്നെങ്കിലും നിലപാട് സ്വീകരിക്കുക. അത്തരത്തിൽ പറയാൻ തയ്യാറില്ലല്ലോ. സർക്കാർ തീരുമാനിച്ചിട്ടല്ല എണ്ണവില കൂട്ടാൻ എന്നാണ് മന്ത്രി പറയുന്നത്. എന്നാൽ മന്ത്രി ഇത് എണ്ണവില കൂട്ടാനുള്ള അധികാരം എണ്ണ കമ്പനികൾക്ക് നൽകില്ലെന്ന് പറയാൻ തയ്യാറല്ല. എണ്ണ കമ്പനികളാണ് കൂട്ടുന്നത്, സർക്കാർ കൂട്ടിയിട്ടില്ല എന്ന് പറയാനായിരിക്കും ഒരു പക്ഷേതയുള്ളത്. അതുകൊണ്ട് എണ്ണവില ഇന്ന് വർദ്ധിപ്പിക്കുന്നത് വിലക്കയറ്റം രൂക്ഷമാക്കേ ഉള്ളൂ. വിലക്കയറ്റം രൂക്ഷമാകുമ്പോൾ മാന്ദ്യം അകറ്റാൻ വേണ്ടിയിട്ട് ഇന്ത്യ സർക്കാരിന് അതിൻ്റെ ചെലവുകൾ വർദ്ധിപ്പിക്കാൻ പറ്റില്ല. വിലക്കയറ്റത്തിന് തടസ്സമായി തീരും. അതുകൊണ്ട് എണ്ണവില ഇന്നത്തെ സാഹചര്യത്തിൽ വർദ്ധിപ്പിക്കുന്നത് വളർച്ചയ്ക്ക് തന്നെ തടസ്സമായിട്ട് വരും.